വിളിക്കുന്ന വ്യക്തി ചാനൽ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നതല്ല. Good afternoon, Miss. Yes, good afternoon. Good afternoon, teacher. Yes, good afternoon, my dear. Good afternoon, Miss. Good afternoon. teacher. Good afternoon. റിവൈസേ വീഡിയോ എവിടെ മോനെ? ഓക്കെ 1 2 3 4 5 only 5 are there. Where are the remaining students? Lazy bugs, isn't it? നമുക്കറിയില്ലേ? നമുക്കറിയില്ലേ. നീ എവിടെ പോയായിരുന്നു കഴിഞ്ഞ ദിവസം? Last Friday you didn't attend my class. Oh yes. Okay. Did you attend the YouTube class later? Yes. Then did you send the voice message? Did your mummy send voice message? Yeah. Yeah. Okay. ഇന്ന് ഇത്രയും പേരേ ഉള്ളല്ലോ. തുടങ്ങിയാലോ നമുക്ക് ക്ലാസ്? Second, Okay. Shahana Sharin, okay. Adila Sarkrishna Joel അല്ലേ ജോസി ആയിരിക്കും അല്ലേ? എവിടുന്നാ ഒരു വിലാപം കേൾക്കുന്നേ? ഏതോ ഒരു കുഞ്ഞുവാവയുടെ വിലാപം കേൾക്കുന്നുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാതെ അൺമ്യൂട്ട് ചെയ്ത് വെക്കല്ലോ കേട്ടോ. മ്യൂട്ട് ചെയ്ത് വെക്ക. അപ്പൊ കുഞ്ഞുവാവ വിലപിച്ചാലും നമ്മള് കേൾക്കുന്നില്ലല്ലോ. നിങ്ങൾ മാത്രം കേട്ടാ മതിയല്ലോ. ശരി. റിവൈസ് അഗൈൻ. ഡോണ്ട് മ്യൂട്ട്. സോറി, ഡോണ്ട് അൺമ്യൂട്ട്. ശരി. Okay, shall we start now? നമ്മൾ ലെസൺ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു അല്ലേ? How to conserve natural resources. We studied first one. Forest. How to conserve forest. We have to plant more trees as we cut. If we are cutting one tree, 2 new plants should be planted. Okay. If you are cutting a tree, we should plant 2 new plants because it will take a long time that new plant to become a tree. Say a grown-up plant we are cutting means a grown-up plant. It will take many years. It will take many years for a plant to become a tree. But when we cut down a tree, so suddenly it is gone. Then again it will take 10 or 20, 12 or 13, 14 years and all to a new plant to come up. അപ്പം നമ്മൾക്കറിയാം, നമ്മളൊരു മരം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു മരം നട്ട് കഴിഞ്ഞാൽ അതൊരു വളർന്ന ഒരു മരമായി തീർന്നെങ്കിൽ ഒരു 8-10 വർഷമൊക്കെ കഴിയും വലിയൊരു ട്രീ ആകണമെങ്കിൽ അല്ലേ? Sometimes it will like a coconut and all, it will take 20-25 years and all it to grow well. നന്നായിട്ട് വളരാൻ വേണ്ടി ഒരു 10-20 വർഷമൊക്കെ എടുക്കും അല്ലേ ചില മരങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു മരം മുറിക്കുകയാണെങ്കിൽ പകരം 2 എണ്ണെങ്കിലും അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാല് കുറച്ച് 2 എണ്ണെങ്കിലും നട്ടിരിക്കണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ 3, 4, 5 എക്സ്ട്രാ നട്ടാലും കുഴപ്പമില്ല. എനിവേ വി ഹാവ് ടു പ്ലാന്റ് മോർ ട്രീസ് ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഫുഡ്, മെഡിസിൻ, then shelter, like that. So many uses are there for from the
plants from the trees, isn't it? So we have to plant more trees. Next, rainwater. Simply we are wasting the rainwater. Means നമുക്കറിയാം ഒരു മഴ പെയ്ത് കഴിഞ്ഞ് മഴ തോർന്ന് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ആ വെള്ളമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒഴുകി നഷ്ടപ്പെടും. മഴക്കാലത്ത് കുറെ വെള്ളം പിന്നെ തോട്ടിലും കിണറ്റിലും ഒക്കെ ആകുമെന്ന് വിചാരിക്കാം. എങ്കിൽ പോലും ദാറ്റ് ഈസ് ഓൺലി വെരി വെരി ലിറ്റിൽ പാർട്ട് ഓഫ് ദ റെയിൻ ദാറ്റ് വി ഹാവ് ഗോട്ട് ഇൻ ദ wells, ponds, rivers and all. But the rest of the whole water is simply wasting. Simply wasting means simply wasting. മഴവെള്ളം വെറുതെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഒരു ഹില്ലി റീജിയനിലൊക്കെ ആണെന്ന് വരില്ല, ആ മഴ തോരുമ്പം തന്നെ ആ വെള്ളവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഒഴുകിപ്പോയി, വേസ്റ്റ് ആയി, നമുക്ക് യൂസ്ഫുൾ അല്ല. ബട്ട് we cannot store the whole water, but still little bit we can store, and then we can solve the water problem. Means scarcity of water is there during summer season. Many people means most of the people are facing scarcity of water. No water in the wells and all, because of the heat of the sun, almost all the water will be dried up. അപ്പൊ നമുക്കറിയാം മഴ പെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഭൂമിയിലേക്ക് വീഴുന്നുണ്ട്. പക്ഷേ ഈ വെള്ളം നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കാത്തതുകൊണ്ട്, അല്ലെ സ്റ്റോർ ചെയ്ത് വെക്കാത്തതുകൊണ്ട് വെള്ളം വെറുതെ ഒഴുകി പോകാം. മഴ കഴിയുമ്പോഴേക്കും പിന്നെ വെള്ളം കാണുവാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വെള്ളത്തിന്റെ സ്കാർസിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങും. കിണറ്റിലൊന്നും വെള്ളമില്ലാതെ വരും അല്ലെ. അപ്പം വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് ആൾക്കാർക്ക് കിണറ്റിൽ കൂടി വെള്ളത്തിനും കുടിക്കാനും അതുപോലെ അലക്കാനും ഒന്നും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. കിണറ്റിൽ മഴക്കാലത്ത് വെള്ളം ഉണ്ടാവും, മഴക്കാലം കഴിയുമ്പോൾ കിണറ്റിൽ ഉറവ് പറ്റും, അപ്പം വെള്ളമില്ലാതെ വരും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ഈ റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റും. ഇൻ മെനി ഹൗസസ് വി ക്യാൻ സീ ദ റെയിൻ വാട്ടർ സ്റ്റോറിങ്. അതായത് മഴവെള്ള സംഭരണി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് മഴവെള്ള സംഭരണിയിലൂടെ മഴവെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം. നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ മേൽക്കൂരയിൽ നിന്ന് വീഴുന്ന നിലത്ത് വീഴുന്ന വെള്ളമല്ല, ഞാൻ പറഞ്ഞായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ ആവശ്യമില്ലാതെ അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല എന്ന്. അൺമ്യൂട്ട് ചെയ്തിട്ട് സൗണ്ട് വരുന്നു. ഓക്കെ, ഞാനിപ്പോൾ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഓക്കെ, ശരി. നമ്മൾ എഡ്വിൻ ടേൺ ദിസ് സൈഡ് ആൻഡ് സിറ്റ് പ്രോപ്പർലി. ഓക്കെ, സോ റെയിൻ വാട്ടർ നമ്മുടെ റൂഫിൽ വീഴുന്ന ദ റെയിൻ വാട്ടർ വിച്ച് ഈസ് fallen on our the roof that we can be collected to a storage tank or something like that way, which is constructed neatly through a pipe. ഇപ്പൊ നമ്മുടെ മേൽക്കൂരയിൽ നിന്ന് ഒരു പൈപ്പിലൂടെ നമ്മുടെ വീട്ടിലേക്ക് ശേഖരിക്കാം വെള്ളം. താഴെ നമുക്കൊരു ടാങ്ക് പോലെ സംവിധാനമാക്കിയിട്ട് അതിലേക്ക് ശേഖരിക്കാം. പക്ഷേ റുവൈസ് എന്തായി പിറുപുറത്തോണ്ടിരിക്കുന്നത്? ടു whom are you talking now? Otherwise are you singing song? എന്തോ സൗണ്ട് നിന്റെ നീ പാട്ട് പാടുന്നത് പോലെയോ എന്തോ ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ. എന്താ സംഭവം? You should listen here, okay? You need not sing, you need not talk, okay? Okay. ചക്കരേ മുത്തേ ഏട്ടനെ ശല്യം ചെയ്യാതെ പോയിരിക്കും കേട്ടോ. ഓക്കെ, യു മ്യൂട്ട് യുവർ സെൽഫ്. മുത്തേ ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം കേട്ടോ. കേട്ടാ? ശരി, നമുക്ക് കം ബാക്ക് ടു ദ ക്ലാസ്. അപ്പൊ നിങ്ങളുടെ ആദ്യമെങ്കിലും വീട്ടിൽ മഴവെള്ള സംഭരണി ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ മേൽക്കൂരയിലെ വെള്ളം ഒരു പൈപ്പിലൂടെ കണക്ട് ചെയ്ത് താഴെ നമ്മുടെ ടാങ്കിലേക്ക് ശേഖരിക്കുന്നു. ടാങ്ക് ഭദ്രമായിട്ട് അടച്ചു വെച്ചിരിക്കുന്നതാണ്, അതിനേക്കുള്ളിലേക്ക് പൈപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ പൈപ്പിൽ ഇടുന്നതിന് താഴെ നിങ്ങളുടെ ആരുടെങ്കിലും കാര്യം നമ്മളന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ പയ്യന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് മറന്നു പോയല്ലോ. ആ കുട്ടി നമ്മുടെ മഴവെള്ള സംഭരണിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കാണിച്ചല്ല, നിന്റെ വീട്ടിലുണ്ടോ? ഓക്കെ, അവന്റെ പേര് ഞാൻ വിട്ടുപോയി, മറന്നുപോയി. അവ മഴവെള്ള സംഭരണി പോലെ അങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ? ഏബൽ ബിനോയ്. ഓക്കെ, കറക്റ്റ്, ഏബൽ ബിനോയ്. അപ്പൊ അവനൊരു അതേ മെത്തേഡ് തന്നെയാണ് നമ്മുടെ മഴവെള്ള സംഭരണിയിലും. മണലിടുന്നു, ചിരട്ട കരിച്ചിട്ട്
ചിരട്ടയുടെ കരി ഇടുന്നത്. കാരണം അത് പ്യൂരിഫൈ ചെയ്യും. ചിരട്ട എന്ന് വെച്ചാൽ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ 3-4 തട്ടിലൂടെ അങ്ങനെ വെള്ളം അരിച്ചിറങ്ങിയിട്ട് ഇറങ്ങുന്ന വെള്ളമാണ്. അപ്പൊ സംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന വെള്ളം പിന്നെ പ്യുവർ വാട്ടർ ആയിരിക്കും, ക്ലീൻ വാട്ടർ. വി ക്യാൻ യൂസ് ഇറ്റ്. ആൻഡ് പീപ്പിൾ ദോസ് ഹു ഡു നോട്ട് ഹാവ് ദ വാട്ടർ ടു ഡ്രിങ്ക്, മീൻസ് ഡ്രിങ്കിങ് വാട്ടർ ഇല്ലാത്തവര് ദേ യൂസ് ദിസ് വാട്ടർ ടു ഡ്രിങ്ക് ഓൾസോ ആഫ്റ്റർ ബോയിലിംഗ്. ഈ മഴവെള്ളം സംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം വേറെ വെള്ളമില്ലാത്ത ആൾക്കാര് തിളപ്പിച്ചിട്ട് കുടിക്കാൻ പോലും ഉപയോഗിക്കുന്നുണ്ട്. അത്ര ശുദ്ധിയാണ്, ക്ലീൻ വാട്ടർ ആണ്, നോ പ്രോബ്ലം, കുഴപ്പമില്ല. ആക്ച്വലി റെയിൻ വാട്ടർ 1, 2, 3 മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ റെയിൻ വാട്ടർ ക്ലീൻ ആയിരിക്കും അല്ലെ. വിനോദത്തൊക്കെ ഏറ്റവും പ്യൂറസ്റ്റ് വാട്ടർ എന്ന് പറയുന്ന റെയിൻ വാട്ടർ ആയിരിക്കും. ആ റെയിൻ വാട്ടർ എന്ന് വെച്ചാൽ ഫസ്റ്റ് റെയിനിലൊന്നും എടുത്തേക്കല്ലോ കേട്ടോ. കാരണം ആ സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇറ്റ് ഇസ് completely containing dust particles, smoke and all. So we should not take the first 2-3 days rain and all, rain water. After that rain water will be clean. അപ്പൊ ആ ക്ലീൻ റെയിൻ വാട്ടർ നമുക്ക് മഴവെള്ള സംഭരണിയിലേക്ക് ശേഖരിക്കും. നമുക്കറിയാം കുറെ ഫിൽറ്ററിങ് മെത്തേഡ് കഴിഞ്ഞതിന് ശേഷമാണ്. അതിന് ശേഷം ആ വെള്ളം ക്ലീൻ വാട്ടർ ആയിരിക്കും, വി ക്യാൻ യൂസ്. വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല, ക്യാമറ ഓൺ അല്ല, അതുകൊണ്ടാണ് വീഡിയോ മിസ് ഓൺ ആക്കാത്തത്. കാരണം വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ മിസ് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും നമ്മുടെ വീഡിയോ എന്ന്. ഇവിടുത്തെ വീഡിയോ വർക്ക് ആകുന്നില്ല നമ്മുടെ. ഇങ്ങനെ എന്താ പറയണ്ടേ, റെയിൻബോ പോലെയൊക്കെ കളർ ഇങ്ങനെ കാണുന്നില്ലേ നിങ്ങള്? ക്ലിയർ ഇല്ലല്ലോ വീഡിയോ, അതുകൊണ്ടാണ് മിസ് വീഡിയോ ഓൺ ആക്കാത്തത് കേട്ടോ. പക്ഷെ യു ക്യാൻ ഹിയർ ദ സൗണ്ട്, സെൻഡ് ഇറ്റ്. ഓക്കെ, നമ്മുടെ വീഡിയോയ്ക്ക് കംപ്ലൈന്റ് ആണ്, അതുകൊണ്ടാണ്. ശരി, ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാത്തത്, ഓഫ് ചെയ്യുന്നേ. ഓക്കെ, നെക്സ്റ്റ് മിനറൽസ്. സോ മിനറൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ധാതുക്കള്. അയൺ ഈസ് ദെയർ, കോപ്പർ ഈസ് ദെയർ, അങ്ങനെ ഒരുപാട് മിനറൽസ് ഉണ്ട്. മിനറൽസ് ആർ ലിമിറ്റഡ് ഓൺ ദി എർത്ത്. വി ക്യാൻ കൺസർവ് ദം ബൈ യൂസിങ് ദം വൈസ്ലി. അപ്പൊ നമുക്കറിയാം ഒരുപാട് മിനറൽസ് ഉണ്ട്. മിനറൽസ് നമ്മൾ യൂസ്ഫുൾ ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം, അല്ലാതെ ചുമ്മാ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്കറിയാം എടുക്കുന്ന അനുസരിച്ച് തീർന്നു പോകുന്നതാണ് ഈ പറയുന്ന മിനറൽസ് ഒക്കെ. പിന്നെ ഒരു മിനറലൊക്കെ ഉണ്ടാകുന്ന ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. നമ്മൾ പഠിച്ചു റോക്സും സോയിലൊക്കെ ഉണ്ടാകുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റോക്സ് ഒക്കെ പൊടിഞ്ഞ് സോയിലായി തീരുന്നത്. വിതിൻ 1 or 2 years ഇറ്റ് വിൽ നോട്ട് ബിക്കം സോയിൽ. സോ ആ സോയിൽ ഇറോഷനിലൂടെ ഒക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പിന്നെ പുതിയ സോയിൽ ഉണ്ടാകാൻ കുറേ വർഷങ്ങളെടുക്കും. നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞ്, മിസ്സൊക്കെ മരിച്ച്, പിന്നെ നിങ്ങളൊക്കെ മരിച്ച് എല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ സോയിൽ ആകുന്നത്. ഫോർമേഷൻ ഓഫ് സോയിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു ലാവയൊക്കെ പിന്നെ ആയിട്ട് അത് പിന്നെ സോയിൽ ആകണമെങ്കിൽ കുറേ വർഷങ്ങളെടുക്കും അല്ലെ? സെഡിമെന്ററി റോക്സ് എന്നൊക്കെ പഠിച്ചില്ലേ? അപ്പൊ അത്രയും കാലങ്ങൾ എടുക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉള്ളതൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങ് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ആകണമെങ്കിൽ എന്ത് സംഭവിക്കും? ഒത്തിരി വർഷങ്ങൾ എടുക്കും. നമ്മൾ പെട്രോളിയം, ഡീസൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കറിയാം പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ പെട്രോളൊക്കെ ആയി വരണമെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം ടു പെട്രോളിയം ടു ബി ഫോംഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെഡ് അനിമൽസ്. ഈ ഡെഡ് അനിമൽസിൽ നിന്നൊക്കെയാണ്, ഡെഡ് അനിമൽസ്, ഡെഡ് പ്ലാന്റ്സ്, ഡെഡ് ആയിട്ടുള്ള ട്രീസിൽ നിന്നൊക്കെയാണ് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അത് ഫോം ചെയ്താണ് പെട്രോളിയം ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരുപാട് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഡെയിലി എത്രമാത്രം പെട്രോളാണ് തീർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ പെട്രോളൊക്കെ തീർന്ന് അവസാനം നമുക്ക് പെട്രോൾ ഇല്ലാത്ത അവസ്ഥ വരും. പുതിയ പെട്രോൾ ആയി വരണമെങ്കിൽ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആകും. ഈ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് പിന്നെ വണ്ടിയൊന്നും ഓടിക്കാതെ ജീവിക്കണ്ടേ നമ്മള്? പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ പെട്രോൾ, ഡീസൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കും വളരെ ശ്രദ്ധിച്ചു വേണം. അപ്പൊ നമ്മുടെയൊക്കെ വീടുകളില് വണ്ടി, ഏതെങ്കിലും വെഹിക്കിള്, സൈക്കിൾ അല്ല ഉദ്ദേശിക്കുന്നത്, ബൈക്ക്, ലോറി, ജീപ്പ്, കാറ്, ബസ്, ഇങ്ങനെ ഏതെങ്കിലും വെഹിക്കിൾ ഉള്ള കുട്ടികൾ ഒന്ന് കൈ ഉയർത്തിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും, എല്ലാവരുടെയും ഉണ്ടല്ലേ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാഹനമുണ്ട്, എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഷഹനയുടെ വീട്ടിലുണ്ടോ മോളെ? ഷഹന പോയോ? Okay, ശരി, put down your hands. And how many of you have only one vehicle? ഒറ്റ വാഹനം മാത്രമുള്ള ആൾക്കാര്, ഒരു ബൈക്ക് മാത്രം, കാറും ലോറി ഒന്നുമില്ല, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം. ലോറി ആണെങ്കിൽ ഒരു ലോറി മാത്രം, അല്ലെങ്കിൽ ഒരു കാറ് മാത്രം. അപ്പം വേറെ മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്ത ജോസി, ലക്ഷ്മി, ഹന്ന, ഇത്രയും പേരുടെ വീട്ടിൽ ഒരു വാഹനമാണ് കാണുന്നത്. ഓക്കെ, 2 vehicles.
ഏതെങ്കിലും രണ്ടെണ്ണം, കാറോ ലോറി ജീപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു കാറോ ഒരു ലോറിയോ അല്ലെങ്കിൽ ഒരു കാറോ ഒരു ബൈക്കോ അല്ലെ 2 ബൈക്ക് അങ്ങനെ ഏതെങ്കിലും മോർ ദാൻ 1 ഒന്നിൽ കൂടുതൽ രണ്ടെണ്ണം ഉള്ളത്. ഓക്കെ, പുട്ട് ഡൗൺ യുവർ ഹാൻഡ്. 2 രണ്ടെണ്ണം അല്ലേ ഇപ്പം പറഞ്ഞ. 3 vehicles ഉള്ളവര് 1 മീൻസ് 2 കാറും ഒരു ജീപ്പും അല്ലെങ്കിൽ ഒരു ബൈക്കും 2 ബൈക്കും ഒരു ലോറിയും ആ തരത്തില് ഒരാൾ കൈപൊക്കിയ ആളാരായിരുന്നു? 3 എണ്ണം ഉള്ളേ, 3 വണ്ടിയല്ലേ? ഓക്കെ. 4 vehicle 4 എണ്ണം ഉള്ളവര്, 5 എണ്ണം ഉള്ളവര് ഒന്നുമില്ല. ഓക്കെ, 1ഉം 2ഉം ആണ് ഇവിടെ കണ്ടേക്കുന്നത് അല്ലേ? ഓക്കെ, ശരി. ഇൻ സം ഹൗസസ് മോർ ദാൻ ദാറ്റ് ദർ വിൽ ബി നോട്ട് ഓൺലി 2. Just in front of my house, my neighbor house, they are having 3 vehicle. 3 vehicle means 1 car, 1 scooty and 1 bike. That is there the house mother is a teacher, she is going to school on scooty and the husband is traveling on bike. And if they want to go family, they are using their car. 3 vehicles are there. And another house, 1 tipper, 1 JCB and another 1 bike. Sorry, 1 tipper, 1 JCB, 1 car and 1 bike. 4 vehicles are there. Another neighbor. അതായത് അവർക്കൊരു JCB ഉണ്ട്, ടിപ്പറും ഉണ്ട്. പിന്നെ അയാള് ജോലിക്ക് പണിക്കൊക്കെ പോകുമ്പോൾ ഈ ബൈക്കിന് പോകുന്നു, ഒരു കാറും ഉണ്ട് വീട്ടിൽ. ഫാമിലി ആയിട്ട് പോകുമ്പോൾ കാറിന് പോകുന്നു. അങ്ങനെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ക്ലാസ്സിൽ ഇപ്പം ഒരു വാഹനവും ഇല്ലാത്ത ഒരു വീടും ഇല്ല അല്ലെ? എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും പറഞ്ഞുകൊണ്ടെന്ന് നമ്മുടെ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വാഹനമില്ലാത്ത ഒരു വീട് പോലും കാണില്ല. ഒരു ബൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്കൂട്ടി എങ്കിലും എല്ലാ വീടുകളിലും ഉണ്ട് അല്ലെ? ഓക്കെ, ഇനി ഒന്നിൽ കൂടുതലും ഉണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ പെട്രോൾ ഒഴിച്ചാ ഓടിക്കുന്നത് അല്ലെ? പെട്രോളോ ഡീസലോ എന്തെങ്കിലും ഒഴിച്ചിട്ടാണ്. ഇനി ചിലർ കാറിനകത്ത് ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ ഫ്യൂവൽസ് ആവശ്യമാണ്. നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 4 വാഹനമുള്ള വീട്ടില് 4 വാഹനം ഓടിക്കണമെങ്കിലും പെട്രോളും ഡീസലും വേണം. ഒന്നിലുണ്ടല്ലോ, എന്നാ പിന്നെ ഇതിനില്ലാതെ കുഴപ്പമില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ മറ്റേ ഫോണ് 2-3 ഫോണുള്ളപ്പോ നമ്മൾ ഒരു ഫോണിൽ നെറ്റ് ഇല്ലെങ്കിൽ മറ്റേ ഫോണിൽ നിന്ന് നെറ്റ് ഷെയർ ചെയ്യാറില്ലേ? ഉണ്ടോ? ഇപ്പം പപ്പയുടെ മമ്മിയുടെ ഫോണിൽ ഒരു ഫോണിൽ ചാർജ് ചെയ്തിട്ട് അതിൽ നിന്ന് നെറ്റ് ഷെയർ ചെയ്യും. ഇപ്പോൾ ഒരെണ്ണത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്നില്ല എങ്കിൽ മറ്റേ ഫോണിൽ നിന്ന് നമ്മൾ മൊബൈലിൽ നിന്ന് നെറ്റ് ഷെയർ ചെയ്ത് ആ നെറ്റ് ഇല്ലാത്ത ഫോൺ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കാറിനൊക്കെ എങ്ങനെ പറ്റുമോ? കാറിനകത്ത് പെട്രോൾ ഉണ്ട്, സ്കൂട്ടിക്കില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ കുറച്ച് പെട്രോൾ ഇതിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ സ്കൂട്ടി ഉണ്ടെങ്കിൽ സ്കൂട്ടിക്ക് പെട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കാറിലും ടിപ്പറിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അല്ലെ? ഓക്കെ, അപ്പം എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് തീർന്നു പോയിക്കൊണ്ടിരിക്കും. പിന്നെ ആയി വരണമെങ്കിൽ പിറ്റേ ദിവസം ഒന്നും ആകിയല്ല. പണ്ട് മിസ്സൊക്കെ ചെറുതായിരുന്നപ്പോ മിസ്സിന്റെ മദറിന്റെ, അതായത് ഗ്രാൻഡ്മയുടെ വീടിനടുത്തൊരു ചെറിയ പോണ്ടുണ്ട്. പോണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പത്തെ പോണ്ട് പോലും അല്ല, ഒരു ഓലി എന്ന് പറയും, കുഞ്ഞതാ, ചെറുത്, സ്മോൾ വണ്ണ്. അവിടെ ഒരു തോടുണ്ട്, തോടിന്റെ അടുത്ത്. അപ്പൊ തോട്ടിലെ വെള്ളം കുടിക്കാനൊന്നും കൊള്ളത്തില്ലല്ലോ. തോടിന്റെ കരയിൽ ഇങ്ങനെ ഒരു ഉറവയുണ്ട്. ആ ഉറവയിലെ ചെറിയൊരു കുഴിയാണ്, ചെറിയ കുഴി എന്ന് പറഞ്ഞാല് നമുക്ക് കുനിഞ്ഞു നിന്ന് അതിനകത്തുനിന്ന് വെള്ളം എടുക്കാൻ പറ്റും, അത്രയും ചെറുതാ. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഗ്രാൻഡ്മയുടെ വീട്ടില് കിണറില്ല. അപ്പൊ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം അവിടെ പോയിട്ട് എടുത്തിട്ട് വരും. അധികം ദൂരമൊന്നുമില്ല, ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. നമ്മുടെ പറമ്പിൽ തന്നെയാണ് തോട്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാല് ഈ ഓലി എന്നാ പറയുന്നത് അതിനെ, ഉറവയ്ക്ക്. അപ്പൊ ആ ഉറവയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ചെറിയൊരു പാത്രം കൊണ്ട് ഇങ്ങനെ കോരി എടുക്കും. ചെറിയൊരു കപ്പ് പോലത്തെ ഒരു പാത്രം കൊണ്ട് കോരി കലത്തിനകത്തോട്ട് ഒഴിച്ച് അല്ലെങ്കിൽ കുടത്തിനകത്തോട്ട് ഒഴിച്ചിട്ട് അതെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. ഇപ്പൊ കിച്ചൺ യൂസസ് ടു കുക്ക് ഫുഡ് ആൻഡ് ഓൾ. പിന്നെ നമുക്ക് അലക്കാനൊക്കെ തോട്ടിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പൊ അത് നമ്മൾ അലക്കാനും കുളിക്കാനും ഒക്കെ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ കുടിക്കാൻ ആ വെള്ളം എടുക്കാൻ പറ്റത്തില്ലോ. അപ്പൊ ഈ ഓലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, വേനൽക്കാലം ആകുമ്പോൾ വെള്ളം കുറഞ്ഞു വരും. എന്നിട്ട് നമ്മൾ വെള്ളം എടുത്തിട്ട് ഇപ്പൊ ഒരു കുടം വെള്ളം എടുത്തു, അപ്പത്തേനും കുറേ തീർന്നു. പിന്നെ കലങ്ങൂലോ, താഴോട്ട് വരുമ്പോ അനുസരിച്ച് കലങ്ങുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ആ ഒരു കുടം വെള്ളം എടുത്തിട്ട് വന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ചെല്ലുമ്പോൾ കോലി നിറച്ചും വെള്ളമാവും, ഉറവ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് പിന്നെ ഒരു കുടം കൂടെ എടുത്തിട്ട് വരും. അതെടുത്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഓലിയിലെ വെള്ളം കുറയും. പിന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത വെള്ളം എടുക്കും. ഇങ്ങനെ എടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പെട്രോളും ഡീസലും ഇങ്ങനെ നമുക്ക് വേഗത്തിൽ കിട്ടത്തില്ല.
പെട്രോളിന്റെ ഒരു പെട്രോൾ തീർന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത പെട്രോൾ അരമണിക്കൂറല്ല 1 മണിക്കൂറല്ല 1 ദിവസം 2 ദിവസം കഴിയുമ്പോഴേക്കും പെട്രോളിന്റെ കുഴി നിറഞ്ഞു വരത്തില്ല. ഇറ്റ് വിൽ ടേക്ക് thousands of years, many years. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, നമുക്കിപ്പോ 1 കുടം വെള്ളം പോകുന്ന വഴിക്ക് മറിച്ച് കളഞ്ഞാലും 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ 1 കുടം വെള്ളം കൂടെ ഓലിന്ന് എടുക്കാമായിരിക്കും. പക്ഷെ ഇതുപോലെ പെട്രോളും ഡീസലും കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. സോ ദീസ് ടൈപ്പ് ഓഫ് മിനറൽസ് വി ഹാവ് ടു യൂസ് വെരി കെയർഫുള്ളി because we won't get it so fastly. We cannot recover it very fastly. Minerals are limited on earth. We can conserve them by using them wisely. So we can also reuse mineral resources. Broken glass bottles, metal cans, scrap metal can be melted and reused to make other similar things. And many things, if it is over or if it is the use is over, then we can reuse it. We can reuse ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ക്യാൻഡില്. ഷഹബാസ്, പ്ലീസ് പെൻ ഡൗൺ ആൻഡ് ലിസൺ ഇൻ ദ ക്ലാസ്. വി നോ ദാറ്റ് നമ്മുടെ വീട്ടിലുള്ള ക്യാൻഡില് കറണ്ട് ഇല്ലാത്തപ്പോൾ നമ്മൾ കത്തിക്കും. മെഴുകുതിരി കത്തിച്ചിട്ട് നമുക്കറിയാം അത് മെൽറ്റ് ചെയ്ത് താഴോട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കും. പിന്നെ അത് മെൽറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് കൂൾ ഡൗൺ ആയിട്ട്, അതായത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും അതൊരു ക്യാൻഡിൽ പോലെ, ക്യാൻഡിലല്ല സോറി, വാക്സ് ആകും. മെഴുകുതിരിയായിട്ട് മെഴുകു തന്നെയാകും, മെഴുകുതിരി ആകത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു മെഴുകുതിരി വല്ലപ്പോഴും ഉപയോഗിക്കുന്നു. ഇപ്പം പവർ കട്ടും കാര്യങ്ങളും ഒന്നുമില്ല അല്ലേ, അതുകൊണ്ട് നമ്മൾ പിന്നെ അത് എടുത്തു വെക്കാറൊന്നുമില്ല. പക്ഷേ ഡെയിലി മെഴുകുതിരി ഉപയോഗിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഈ വേസ്റ്റ് ആയിട്ട് വരുന്ന അതെല്ലാം കൂടെ എടുത്തിട്ട് വീണ്ടും പുതിയ അവർ ഉരുക്കി മെഴുകുതിരി ഉണ്ടാക്കും. വാക്സ് എടുത്തിട്ട് പുതിയ മെഴുകുണ്ടാക്കും. നമുക്കറിയാം പ്ലാസ്റ്റിക്സ് ഒക്കെ നമ്മുടെ വീടുകളിൽ വന്നിട്ട് പിന്നെ ഹരിതകർമ്മ സേന എന്നൊക്കെ പറഞ്ഞ 2-3 പേര് വീടുകളിൽ വന്ന് നമ്മുടെ പ്ലാസ്റ്റിക് മീൻസ് ഇറ്റ് ഈസ് എ വേസ്റ്റ് തിങ് ഫോർ അസ്. സോ ദേ വിൽ കം ആൻഡ് കളക്ട് ഫ്രം അവർ ഹൗസ്. ഡു യു നോ വാട്ട് ദേ ആർ ഡൂയിങ്? അവരതെന്താ ചെയ്യുന്നതെന്നറിയാം? അവരുടെ വീട്ടിൽ കൊണ്ട് വെക്കോ? നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഇല്ല. അവരത് എന്താ മുഹമ്മദ് പറഞ്ഞോ? മുഹമ്മദ്, അത് അവര് ഫ്രഷ് ആക്കിയിട്ട് വീണ്ടും അതന്നെ എടുക്കും. അവര് വൃത്തിയിലാക്കല്ല, നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം. പാലൊക്കെ വാങ്ങിച്ചതും മീൻ മേടിച്ചതും ഒക്കെ അവർ എടുക്കും. പക്ഷെ നമ്മൾ വൃത്തിക്ക് കഴുകി ഉണക്കി കൊടുക്കണം അല്ലേ? ഓക്കെ, അതവരെന്താ ചെയ്യുന്ന കൊണ്ടുപോയിട്ട് വീണ്ടും അതിലെന്നെ ഇപ്പൊ ഓയിലാണെങ്കിൽ അതിലെന്നെ ആദ്യം ഓയിലാക്കും. അത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പുതിയ നല്ല മെഷീനൊക്കെ ഉണ്ട്. എന്നിട്ട് അവരത് റീസൈക്ലിങ് ചെയ്തിട്ട് നമുക്ക് പുതിയ സാധനമായിട്ട് തരും. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും, ഇപ്പൊ കൊറോണ ആയ പിന്നെ ഇല്ലാന്ന് തോന്നുന്നു, കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ വന്നിട്ട് പഴയ ബുക്കുകള്, പിന്നെ പഴയ പ്ലാസ്റ്റിക് ഐറ്റംസ്, നമ്മുടെ കസാരയൊക്കെ പൊട്ടിയത്, നിങ്ങളൊക്കെ ബേബീസ് ആയിരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മേടിച്ചു തരുന്ന സ്മോൾ ചെയർസ് വിൽ ബി തരണോ, അത് നിങ്ങളുടെ ടോയ്സ്, നിങ്ങളുടെ സ്വിങ്സ്, അതായത് ഊഞ്ഞാലുകൾ, ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങള്, പിന്നെ അല്ലാതെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ്, പഴയ സാധനങ്ങളൊക്കെ ഇപ്പം ഓട്ട പിടിച്ചതും പൊട്ടിപ്പോയതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ വന്ന് ഈ തമിഴന്മാരൊക്കെ വന്ന് മേടിക്കാറുണ്ട്. അമ്മാ പഴയ സാധനങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരാറില്ലായിരുന്നോ? ഇവരിതൊന്ന് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നേ? നിങ്ങളുടെ പൊട്ടി ഊഞ്ഞാലയിൽ ഇരുത്തി അവരുടെ മക്കളെ അടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നേ? അല്ല. പിന്നെ എന്ത് ചെയ്യും? അവരത് റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ ഐറ്റംസ് ആക്കി കൊണ്ടുവരും. ഇപ്പം നിങ്ങൾ ചുമ്മാ അവർക്ക് 5 രൂപയ്ക്കും 10 രൂപയ്ക്കും കൊടുത്ത സൈക്കിളില്ലേ, അത് കുറച്ചുനാൾ കഴിയുമ്പോൾ വീണ്ടും നല്ല പുതിയ സൈക്കിളായിട്ട് 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും, നിങ്ങളുടെ അനിയനോ അനിയത്തിക്കോ വേണ്ടിയിട്ട്. അപ്പൊ പറഞ്ഞാൽ മതി, അയ്യോ ഇത് ചേട്ടായി പണ്ട് ഉപയോഗിച്ചിട്ടിരുന്ന, ചേച്ചി പണ്ട് ഉപയോഗിച്ചിരുന്ന, പൊട്ടിച്ച് കളഞ്ഞതാ, ഇപ്പൊ നീ ഉപയോഗിച്ചോന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ലേ? അങ്ങനെയാണ് കേട്ടാ. ഓക്കെ, സോ മിസ് പറഞ്ഞത് എന്താ തമാശക്ക് പറഞ്ഞാണേ. അപ്പൊ എന്തിനാണെന്ന് വെച്ചാല് ഇവര് വന്ന് നമ്മുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന സാധനങ്ങൾ റീസൈക്കിൾ ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ പിള്ളേർ ഉപയോഗിച്ച മുഴുവനും പ്ലേ ഐറ്റംസ്, നിങ്ങളുടെ ടോയ്സ്, കാറ്, സൈക്കിൾ, ഇതൊക്കെ വാങ്ങിക്കൂട്ടൂലേ കുഞ്ഞുകാലത്ത്? ചെറിയ കുറെ വണ്ടികള്, കുറെ കാറുകളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തേനെ? നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ കിടന്നേനെ. നമുക്കറിയാം ഈ സാധനങ്ങളൊന്നും മണ്ണിൽ അലിഞ്ഞു ചേരുന്നതല്ല അല്ലെ? അപ്പോൾ എന്ത് സംഭവിക്കുന്നേ? ഇതൊക്കെ ഇങ്ങനെ മണ്ണിൽ തന്നെ കിടക്കും.
അപ്പൊ ഇവര് ഇത് കൊണ്ടുപോയിട്ട് റീസൈക്ലിംഗ് ചെയ്ത് നമുക്ക് പുതിയ ഐറ്റംസ് ആയി. ചിലപ്പം കഴിഞ്ഞ തവണ കൊണ്ടുപോയത് നമ്മുടെ വീട്ടിൽ നിന്നൊരു കാറ് ആണെങ്കിൽ ഇത്തവണ നമ്മുടെ വീട്ടിൽ വരുന്ന ചിലപ്പോൾ അതൊരു ഊഞ്ഞാലിന്റെ രൂപത്തിലായിരിക്കാം. പക്ഷേ ഇനി നമ്മുടെ വീട്ടിലല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും വീട്ടിൽ അത് തന്നെ നമ്മൾ വാങ്ങണമെന്നൊന്നുമില്ല. വേറെ ഏതെങ്കിലും പിള്ളേർ വാങ്ങിച്ച് പുതിയ ഐറ്റംസ് ആയിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ചില തമിഴന്മാർ അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ തുണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. അയ്യോ പഴയ തുണി ഉണ്ടേ തരണേന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വന്ന് വാങ്ങിച്ചിട്ടുണ്ടാവൂലോ. സാരി, ഉടുപ്പ്, ഷർട്ട്, പാന്റ് ഇതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പയ്യന്നൂരും ചെറുപുഴയൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഈ സാധനം തന്നെ നിങ്ങൾ അന്ന് കൊടുത്ത സാധനം തന്നെ അവരെന്തൊക്കെയോ ഒരു ഷാമ്പൂ ഒക്കെ മുക്കി കളറൊക്കെ ചെയ്ത് ജസ്റ്റ് സ്റ്റിഫ് ആൻഡ് ഷൈൻ ഒക്കെ മുക്കിയിട്ട് ഈ ഫുട്പാത്തിലൊക്കെ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പൊ അയ്യോ ഇത് എന്റെ ഉടുപ്പല്ലായിരുന്നോ, ഇത് ഞാൻ ഇന്നാൾ കളഞ്ഞ ഷർട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ റീസൈക്ലിംഗ് ചെയ്ത് റീയൂസ് ചെയ്യുന്ന ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മളുടെ സാധനങ്ങൾ സ്ക്രാപ്പ് മെറ്റൽസ് ക്യാൻ ബി മെൽറ്റഡ് ആൻഡ് റീയൂസ്ഡ് ടു മേക്ക് അതർ സിമിലർ തിങ്സ്. ദിസ് ഈസ് കോൾഡ് റീസൈക്ലിംഗ്. പേപ്പർ ആൻഡ് വുഡ് ക്യാൻ ബി റീസൈക്കിൾഡ്. ദിസ് ക്യാൻ സേവ് ട്രീസ് ഫ്രം ബീങ് കട്ട് ഡൗൺ. ഓക്കെ, നമ്മുടെയൊക്കെ വീടുകളിൽ വന്നിട്ട് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബുക്ക് കഴിഞ്ഞ 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തെ 2ലെ ബുക്കൊക്കെ ഉണ്ടെന്നൊരു അമ്മമാരെ എടുത്ത് കൊടുത്തിട്ടുണ്ടാകും അല്ലേ. ഇങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റും. അത് കൊണ്ടോട്ട് അവർ റീസൈക്ലിംഗ് ചെയ്ത് പുതിയ ബുക്കോ നോട്ട്ബുക്കോ ടെക്സ്റ്റ് ബുക്കോ ഒക്കെ ആയിട്ട് വരും നമ്മുടെ അടുത്തോട്ട്. ഓക്കെ, സോ ലൈക്ക് ദിസ് വേ വി ക്യാൻ റീയൂസ് ദ തിങ്സ് വിച്ച് ആർ വേസ്റ്റ് ഫോർ അസ്. നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ തരത്തിൽ നമ്മൾ റീസൈക്ലിംഗ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. Okay, so like this way we can conserve many items. Okay, now the lesson is over. Here working animals are one of our oldest resources. Horse, donkeys, camels, oxen and elephants still work in many parts of the world, carrying loads and pulling vehicles. They burn no fuel and cause no pollution. Here one point is given. ഞാൻ പറഞ്ഞു പണ്ടൊക്കെ so many animals were used as our vehicles, means for loading and for our transportations. So many animals were used like elephants, horse, bullocks, donkeys, etc. and all. Yaks and all in hilly region, yaks and all. Okay, we know that these animals will not cause any pollution. They need no fuels. ഇത്തരം ആനിമൽസിന് ഒരു പൊല്യൂഷനും അവരുണ്ടാക്കാറില്ല. നമുക്കറിയാം വെഹിക്കിൾസ് ആണെന്നൊരിക്കലും എയർ പൊല്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഗ്രേസിനാണ് അവിടെ ചിരി സഹിക്കാൻ വയ്യ. എന്താടി കുഞ്ഞെ പിന്നെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ പോലെയാണല്ലോ. ഹൂ ഇസ് ദർ വിത്ത് യു? ഗ്രേസ്, ഹൂ ഇസ് ദർ വിത്ത് യു? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആരാണ് അവിടെ സംസാരിക്കാനും നിനക്ക് വർത്താനം പറയാനൊക്കെ ഉള്ളത്? ചിരിക്കാനൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ കാണിക്കുന്നുണ്ട് ആക്ഷൻ. ഓക്കെ, സൈലന്റ് പ്ലീസ്. ഓക്കെ, ശരി ശരി, ക്ലാസ് ശ്രദ്ധിക്കും മക്കളെ. അപ്പൊ നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ എലിഫന്റ്സ്, ഹോഴ്സ്, ദെൻ ഡോങ്കീസ്, ബുള്ളക്സ്, ദെൻ വാട്ട് എൽസ്? In some places, yaks and all, in hilly regions, yaks and all were used for transporting things from one place to another and to for us also for our traveling purposes and also. Okay, നമുക്കറിയാം ഈ പറയുന്ന അനിമൽസിന് ഒരു ഫ്യൂൽസും ആവശ്യമില്ല. പെട്രോൾ, ഡീസൽ and all, is it necessary for them? No, only just we have to give us sufficient food in time. ആവശ്യമായിട്ടുള്ള വെള്ളവും പിണ്ണാക്കും കഞ്ഞിയും പുല്ലും ഒക്കെ കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ പെട്രോൾ, ഡീസൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. അവരുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാസ്, then water and all, isn't it? Okay, and they are not making any pollution. അവരൊരു പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. സൗണ്ട് പൊല്യൂഷൻ ഇല്ല, എയർ പൊല്യൂഷൻ ഇല്ല. ഓക്കെ, അപ്പൊ പക്ഷെ എന്താന്ന് വെച്ചാൽ സ്ലോ ആയിരിക്കും. ഇറ്റ് വിൽ ബി സ്ലോ കമ്പയർഡ് ടു വെഹിക്കിൾസ്. ഒരു ആനയൊക്കെ നടന്ന് വരുമ്പോഴത്തേന് എത്ര സമയം എടുക്കും? അതേസമയം നമുക്കൊരു ടിപ്പർ ലോറി ഉണ്ടെങ്കിൽ നമ്മുടെ ലോഡ് എവിടെ എത്തും ആ സമയം കൊണ്ട്? ഒരു ആന നമ്മുടെ സ്കൂളിൽ നിന്ന് നടന്ന് പാഠശാലയിൽ എത്തുമ്പോഴത്തേനും നമുക്കൊരു ടിപ്പർ ലോറി ഉണ്ടെന്നൊരിക്കല്
നമുക്ക് പയ്യന്നൂരൊക്കെ അപ്പുറം കണ്ണൂർ വരെയൊക്കെ എത്താൻ പറ്റും. മീൻസ് ഫാസ്റ്റ് ആണ്. പക്ഷേ എന്താണ്, ഇറ്റ് നീഡ് പെട്രോൾ ഓർ ഡീസൽ ആസ് എ ഫ്യൂവൽ, isn't it? ഗ്രേസു, ഐ ക്യാൻ സീ യു. ആരാണ് അവിടെ ഉള്ളത്? യുവർ ബ്രദർ Faith is there? ഫെയ്ത്ത് ആണ് അവിടെ ഇരുന്ന് ചിരിപ്പിക്കുന്നത് നിന്നെ? ഫെയ്ത്തും ഉണ്ട്, കസിൻസും ഉണ്ട്. കസിൻസും ഉണ്ട്. അവരെല്ലാം റൂമിന് പുറത്താക്ക. ഫെയ്ത്തിനെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയട്ടെ. അവൻ എന്റെ ക്ലാസ്സിലൊക്കെ അവനെ ക്ലാസ്സും കട്ട് ചെയ്തിട്ട് ഇരുന്നിട്ട് അവൻ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് അനീത്തിനെ ഇട്ടുണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നല്ലേ? വന്നതാ. അതെയാ? ആഹാ, ഓക്കെ ഓക്കെ, ശരി. അപ്പോള് പിന്നെ എന്താ പറയേണ്ടത്? വെഹിക്കിൾസ് ദേ ബേൺ നോ ഫ്യൂവൽ ആൻഡ് കോസ് നോ പൊല്യൂഷൻ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെഹിക്കിൾ അറിയാവോ വിച്ച് ഡസ് നോട്ട് വാണ്ട് എനി ഫ്യൂവൽ ലൈക്ക് പെട്രോൾ, ഡീസൽ ആൻഡ് ഓൾ? Do you have any vehicle in your house which need no petrol or diesel? Cycle. Yes, very good. Cycle. I hope that you all may have a cycle at home, or now if you don't have also, when you are small child, your father or mother has brought you cycle for you to play and all, isn't it? Okay. Cycle doesn't need any petrol or diesel, and it doesn't make any pollution. Also, it gives a good exercise for the body. We know that cycling is a good exercise for everybody, not only for small children, but for elders also. Near my house, one man is there, still he is there. He is working in Kannur. Electric auto, that I know, but current boy kanya electric auto avada nikkun chakka. In the electric petrol de kalum kashtava. Keta? Asar. അപ്പൊ ഇലക്ട്രിക് ഓട്ടോ നമ്മുടെ മുഹമ്മദ് ഇട്ടൊക്കെയാണ്. പെട്രോളും ഡീസലും വേണ്ട, ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ഇലക്ട്രിക് ട്രെയിനും ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ കറണ്ട് പോയി കഴിഞ്ഞാൽ നിന്റെ വഴിയിൽ പഞ്ചറായിട്ട് അവിടെ കിടക്കും. പിന്നെ എപ്പോ കറണ്ട് വരുന്നോ അപ്പോഴേ നിന്റെ വണ്ടി ഓടുള്ളൂ. ശരി. I have a neighbor. He was a now he retired. Last I think 2-3 months before he retired. He was a money collector. Money collector means he was an agent of a bank in Kannur, and he used to travel by cycle only. Means from here to Kannur he will go by bus. From Kannur he used to travel by cycle around his destination. Means where he has to collect the money. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഇത്രയും വർഷം, ഐ തിങ്ക് ലാസ്റ്റ് 3 months back only he retired from the service. This many years, I think nearly 25-30 years he was working as a collection agent, money collection agent, and all through these days, years, he used cycle. He was traveling by cycle to collect money from each bank or house, I don't know from where he was collecting from there. Anyway, he was using the cycle. എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം സൈക്കിളിൽ യാത്ര ചെയ്താണ് ആ മനുഷ്യൻ പൈസ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ റിട്ടയർഡ് ആയി ഇത്രയും വർഷം. അതുപോലെ ഹീസ് എ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ബോഡി വളരെ ഫിറ്റ് ആണ്. ബിക്കോസ് ദ ട്രാവലിംഗ് ബൈ സൈക്കിൾ ഓർ സൈക്ലിംഗ് ഗിവ്സ് എ ഗുഡ് എക്സസൈസ് ഫോർ ദ ബോഡി ആൻഡ് ഇറ്റ് കീപ്സ് അവർ ബോഡി ഫിറ്റ്. യു നോ ദ പീപ്പിൾ ഓഫ് Japan, most of the people, 90% of people, Japanese use cycle for their daily traveling. Instead of using motor vehicles like bikes or cars, they use cycle. ജപ്പാനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സൈക്കിളാണ്. സൈക്കിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം പെട്രോൾ ഡീസൽ ആവശ്യമില്ല, നോ പൊല്യൂഷൻ, നോ ഫ്യൂൽസ്, ആൻഡ് ഇറ്റ് ഗിവ്സ് ഗുഡ് എക്സസൈസ് ഫോർ ദ ബോഡി. സോ we also can use. Next year onwards we are not going to provide you school bus. Instead, you can buy cycle, you can travel by cycle and come to school. And from here again, evening, you can go back to your house by cycle and your body will be fit. Are you ready? No? Why? 1 or 2, 1, 2, 3, 4 are ready. Some are not ready. Why not ready? Edwin, why are you not ready? Lazy boy. മടുത്തു മിസ്. No problem. 2-3 days if you travel, then it will be okay.
ഓക്കെ. ശരി, സാരമില്ല, കുഴപ്പമൊന്നുമില്ല. വാട്ട് അബൌട്ട് യു മുഹമ്മദ്? For your little distance, na? Can you travel by cycle to school instead of bus? Are you ready? No, ready. Lazy boy. ശരി, ചില സ്കൂളുകളിലൊക്കെ നമ്മളുണ്ട് ഒത്തിരി കുട്ടികൾ സൈക്കിളിൽ വരുന്ന സ്കൂളിലേക്ക്. അവര് ശീലമാക്കി. ആദ്യത്തെ കുറച്ച് ദിവസം ബുദ്ധിമുട്ടാവുണ്ടാവും, കാലിനൊക്കെ വേദന വരും കുറച്ച് ദൂരം വരുമ്പോൾ. പിന്നെ അത് ഓക്കെ ആയിക്കോളും. എനിവേ, സോ നമ്മുടെ ടൈം കഴിയാറായി. നമ്മുടെ ഈ ലെസൺ കഴിഞ്ഞ് ഞാൻ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് പോർഷൻസ് എല്ലാം ഇട്ട് തരാം. കമ്പ്യൂട്ടറിന്റെയും നെക്സ്റ്റ് വൺ ഡൗൺ വാസ് എക്സാം സ്റ്റാർട്ട്സിന്റെ ഇട്ട്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെയും സയൻസിന്റെയും പോർഷൻസ് തരും. പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ഇതും കൂടെ തരാണ്ടല്ലേ. എത്ര ലെസൺ ഇല്ല, ഞാൻ ഏതൊക്കെ ലെസൺ ഇട്ട് തരാം കേട്ടോ. Okay, shall we wind up the class then? Okay, bye. ഇലക്ട്രിക് സൈക്കിൾ ഓടിക്കാം. ഇലക്ട്രിക് സൈക്കിൾ ഓടിച്ചിട്ട് നീ ഷോക്ക് അടിച്ച് അവിടെ കിടക്കും എന്റെ ചെറുക്ക. എന്നിട്ട് നീ കറണ്ട് നീ എന്ത് ചെയ്യും? കറണ്ടിന് പകരം നിന്റെ വീട്ടിൽ ഇലക്ട്രിക് സൈക്കിൾ ആണോ ഉള്ളത്? ഈ മുഹമ്മദ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് ഒരു ഡയലോഗ് ഇടും അല്ലേടാ. ഓക്കെ, ബൈ ബൈ. അങ്ങനത്തെ ഒരു സൈക്കിൾ ഉണ്ട്. നിന്റെ വീട്ടിലുണ്ടാ? നിന്റെ വീട്ടിലുണ്ടാ? ഇല്ല ഇല്ല. നീ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാൾക്കുണ്ടെന്ന് തോന്നുന്നു. റിയലി? അമ്മ ഞാനത് കണ്ടു ഇല്ല കേട്ടു ഇല്ല, ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടതാണ് കക്ഷി അല്ലടാ. ഓക്കെ, ബൈ ബൈ.